ആദ്യം നോക്കാം നാട്ടിൽ എന്തുണ്ട്. നമ്മൾ ആദ്യം പോകുന്നത് അങ്ങ് വടക്കൻ കേരളത്തിലേക്കാണ്. അവിടെ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതയാണ്, നമുക്കറിയാം, അവിടുത്തെ തെയ്യക്കോലങ്ങളാണ് ആ നാടിനെ സവിശേഷമാക്കുന്നത്. അപ്പം അത്തരത്തിലൊരു തെയ്യത്തിൻ്റെ വിശേഷത്തിലേക്കാണ് ആദ്യം പോകുന്നത്. വടക്കൻ കേരളത്തിൽ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രം കെട്ടിയാടുന്ന തെയ്യക്കോലമാണ് പടക്കെത്തി ഭഗവതി. ഒരു പതിറ്റാണ്ടിനു ശേഷം കാസർഗോഡ് നാലപ്പാടം കുന്നത്ത് തറവാട് കളിയാട്ട മഹോത്സവത്തിനോടനുബന്ധിച്ച് അരങ്ങിലെത്തിയ തെയ്യക്കോലത്തെ വണങ്ങാൻ ആയിരങ്ങളാണ് എത്തിയത്. അർത്ഥപുരുഷ സങ്കല്പത്തിലുള്ള ശിവപുത്രിയായ മരക്കര ദേവതയാണ് പടക്കത്തി ഭഗവതി. ദുഷ്പ്രഭുക്കളായ അസുരന്മാരെ കൊന്നൊടുക്കാൻ പുറപ്പെട്ട തന്റെ ശിഷ്യൻ കൂടിയായ പരശുരാമനെ സഹായിക്കാൻ വേണ്ടി പരമേശ്വരൻ സൃഷ്ടിച്ചുവെന്നാണ് ഐതിഹ്യം. അസുരനെ വധിക്കാനായി പരശുരാമനോടൊപ്പം പടക്കെത്തിയ ദേവി ആയതിനാലാണ് പടക്കത്തി ഭഗവതി എന്ന പേര് ലഭിച്ചത്. വടക്കൻ മലബാറിൽ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രം കെട്ടിയാടുന്ന തെയ്യമാണ് പടക്കത്തി ഭഗവതി. 10 വർഷങ്ങൾക്ക് ശേഷം നടന്ന നാലപ്പാടം കുന്നത്ത് തറവാട് കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായാണ് ധർമ്മദൈവമായ പടക്കത്തി ദേവി അരങ്ങിലെത്തിയത്. ഉലക്കയും മുറവും തളവും ചൂലും ചാണകക്കലവും കൈകളിലേന്തി താടിയും മീശയും വെച്ച് അർത്ഥപുരുഷ രൂപിണിയായ ദേവത വടക്കോട്ട് തിരിഞ്ഞ് പുറപ്പെട്ടതിനാൽ വടക്കത്തി ഭഗവതി എന്ന പേരിലും അറിയപ്പെടുന്നു. പടക്കത്തി ഭഗവതിയോടൊപ്പം ഗുളികൻ ദൈവവും അരങ്ങിലെത്തി. കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി നിരവധി തെയ്യങ്ങൾ കെട്ടിയാടി. ന്യൂസ് 18 കാസർഗോഡ്. ഏറെക്കാലമായി ഉള്ളിലുണ്ടായിരുന്ന ഒരാഗ്രഹം, അത് സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് ഒരു കൂട്ടം മുത്തശ്ശിമാർ. അവരുടെ ആഗ്രഹം എന്തായിരുന്നു, അതെങ്ങനെ സാധിച്ചു എന്നുള്ളത് നമുക്കറിയാം. ശരണം വിളികളോടെ സന്നിധാനത്തേക്ക് പോകാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് ഒരു കൂട്ടം അമ്മമാർ. വർഷങ്ങളായി ശബരിമലയിൽ പോകണമെന്ന ആഗ്രഹമാണ് ഹരിവരാസന ചാരിറ്റബിൾ ട്രസ്റ്റ് സാധിച്ചു നൽകിയത്. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ നിന്നും 17 വയോധികർക്കാണ് സൗജന്യ ശബരിമല യാത്ര ഒരുക്കിയത്. ശബരിമല ദർശനത്തിന് ആഗ്രഹിക്കുന്ന അമ്മമാർക്ക് സൗജന്യ യാത്രയും ഭക്ഷണവും നൽകി സുഗമമായ ദർശനം നടത്തി തിരികെ എത്തിക്കുകയാണ് ഹരിവരാസനം ചാരിറ്റബിൾ ട്രസ്റ്റ്. 6 മാസത്തോളമായി നടന്നുവരുന്ന പദ്ധതിക്ക് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. ശബരിമലയിൽ ദർശനം നടത്താൻ മനസ്സിലാഗ്രഹിക്കുന്ന നമ്മുടെ അമ്മമാർ ഒറ്റയ്ക്കോ കൂട്ടായിട്ടോ പോകാൻ അസൗകര്യമുള്ളവരെ സംഘടിപ്പിച്ച് അവരുടെ മനസ്സിന്റെ സന്തോഷത്തിനു വേണ്ടിയും ഭക്തിയുടെ നിർഭരമായ ഒരു സന്തോഷത്തിനു വേണ്ടിയും സംഘടിപ്പിച്ച് വേണ്ട പ്രചോദനം കൊടുത്ത് ഒരു വലിയ വാഹനം അറേഞ്ച് ചെയ്ത് എല്ലാ ഭക്ഷണ സാധനങ്ങളും ബ്രേക്ക്ഫാസ്റ്റും അവിടെ ലഞ്ചും തുടർന്നുള്ള കാര്യങ്ങളും എല്ലാം ഏർപ്പാടാക്കി ശബരിമലയിൽ പൂർണ്ണമായും നല്ല രീതിയിലുള്ള ദർശനത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. എല്ലാ മലയാള മാസവും നട തുറക്കുന്ന ദിവസങ്ങളിൽ സംഘം പുറപ്പെടും. കൊട്ടാരക്കരയിൽ നിന്ന് 2ാം തവണയാണ് ഹരിവരാസനം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ശബരിമലയിലേക്ക് വാഹനം പോകുന്നത്. പദ്ധതി വിജയമായതോടെ നിരവധി പേരാണ് താല്പര്യമറിയിച്ചെത്തുന്നതെന്ന് ഭാരവാഹികൾ പറയുന്നു. ഇതുവരെ ഒരു വിഘ്നവും ഭഗവാൻ ഇതാക്കിയിട്ടില്ല. അതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഈ അമ്മമാരുടെ കൂടെ നിൽക്കുന്ന കാണുമ്പം തന്നെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമാണ്. എല്ലാ മാസവും ഇതുപോലെ കൊണ്ടുപോകാൻ സർവേശ്വരനെ അയ്യപ്പൻ സഹായിക്കട്ടെ, ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. സ്വാമി ശരണം അയ്യപ്പ. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വെച്ചും തേങ്ങ ഉടച്ചതിനു ശേഷവുമാണ് സംഘം യാത്ര തിരിച്ചത്. ഒരുപാട് കാലം കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നതായിരിക്കും അയ്യപ്പ സ്വാമിയെ കാണണമെന്ന്. മക്കളൊക്കെ എല്ലാ വർഷവും പോവുകയും മാസം തോറും ഒക്കെ പോവുകയൊക്കെ ചെയ്യുന്നവരാ കൂട്ടത്തിലുള്ളവർ. എനിക്ക് ഇതുവരെ പോകാൻ സാധിച്ചിട്ടില്ല. ഈ പ്രാവശ്യവും എല്ലാ സീസണും കഴിഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞ്, ഭഗവാനെ എനിക്കൊന്ന് പോകാൻ പറ്റിയില്ലല്ലോ. അതിന്റെ പിറ്റേ ആഴ്ച എന്റെ കൂട്ടുകാരി എന്നെ വിളിച്ചു പറഞ്ഞു, ഇന്നാണൊക്കെ ഒരാൾ വിടുന്നുണ്ട്, നമുക്ക് പോകാൻ വരാൻ തയ്യാറാണോ എന്ന് ചോദിച്ച് ആണെന്ന് പറഞ്ഞ് അങ്ങനെ വളരെ അങ്ങേയറ്റം എനിക്ക് സന്തോഷവും സമാധാനമായി അയ്യപ്പനെ കാണാൻ പോകാൻ പറ്റിയതിന്.
വരും നാളുകളിൽ കൂടുതൽ ആൾക്കാരെ ഉൾപ്പെടുത്തി പദ്ധതി വിപുലീകരിക്കാനൊരുങ്ങുകയാണ് ട്രസ്റ്റ്. ന്യൂസ് 18 കൊട്ടാരക്കര. ഇടുക്കിയിലേക്കുള്ള മലയോര ഹൈവേ നൽകുന്നത് മനോഹരമായ ദൃശ്യാനുഭവമാണ്. പാതയുടെ ഇരുവശത്തും നോക്കെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന തേയിലത്തോട്ടങ്ങളും കുന്നും മലകളും പച്ചപ്പുമാണ് സഞ്ചാരികളെ ആകർഷിക്കുന്നത്. ആ മനോഹര കാഴ്ച കണ്ടിട്ട് മടങ്ങിയെത്താം. ഇടുക്കിയിലേക്കെത്തുന്ന സഞ്ചാരികൾക്കായി പ്രകൃതി ഒരുക്കിവച്ചിരിക്കുന്നത് കാഴ്ചകളുടെ കലവറയാണ്. വെള്ളച്ചാട്ടങ്ങളും പച്ചപ്പും മലയും കുന്നുമെല്ലാം ഇടുക്കിയെ മനോഹരിയാക്കുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് മലയോര ഹൈവേയിലൂടെയുള്ള യാത്രയും. കാഴ്ചകളാൽ സമ്പന്നമാണ് ഈ യാത്ര. കുട്ടിക്കാനത്ത് നിന്നാരംഭിക്കുന്ന മലയോര ഹൈവേയിൽ ഏലപ്പാറ, ചപ്പാത്ത് എന്നിവിടങ്ങളിലൂടെ കടന്നുപോകുന്ന ആദ്യ 2 റീച്ചുകൾ ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു. സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെയുള്ള ദൃശ്യങ്ങൾക്കൊപ്പം പ്രകൃതിയൊരുക്കിയ മനോഹര കാഴ്ചകളുടെ കലവറയാണ് പാതയുടെ ഇരുവശങ്ങളും. കാഴ്ചക്കാർക്കായുള്ള പവലിയനും സെൽഫി പോയിന്റുമൊക്കെയുള്ളതിനാൽ മണിക്കൂറുകൾ ചെലവഴിച്ച ശേഷമാണ് സഞ്ചാരികൾ ഇവിടെ നിന്ന് മടങ്ങാറ്. கேரளாவுக்கு ஒரு 3 days ட்ரிப் வந்திருக்கோம். ஒர்க்கெல்லாம் முடிச்சுட்டு இப்போ ஸ்ட்ரைட்டாக இங்கே வரோம். இப்போது வேகமான் போகிறோம். நாங்கள் இங்கே இன்னும் நாங்கள் ஸ்டே பண்ணவே இல்லை. அதுக்குள்ளேயே நல்லா இருக்குது பார்க்குறதுக்கு. இன்னும் 2 நாளைக்கு நாங்கள் என்ன பார்க்க போகிறோன்னு எக்ஸைட்டடாக இருக்கோம். நல்லா இருக்கு. മലയോര ഹൈവേയുടെ ഭാഗമായി പാർക്കിംഗ് ഏരിയയും വിശ്രമ കേന്ദ്രങ്ങളും വഴിയോര ഇരിപ്പിടങ്ങളും പാതയോരത്ത് വിഭാവനം ചെയ്തിരുന്നു. കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയാൽ ഇടുക്കിയിലെ മികച്ച ടൂറിസം കേന്ദ്രമാക്കി മലയോര ഹൈവേയും മാറ്റാനാകുമെന്നാണ് സഞ്ചാരികൾ പറയുന്നത്. ന്യൂസ് 18 ഇടുക്കി. കേരള സംഗീത നാടക അക്കാദമിയുടെ 2024 ഗുരുപൂജ പുരസ്കാരം ലഭിച്ച സന്തോഷത്തിലാണ് മുക്കത്തെ സ്വന്തം കലാകാരനായ മുക്കം സലീം. 40 വർഷത്തിലധികമായി കലാരംഗത്ത് നടത്തിയ കലാസമർപ്പണത്തിനുള്ള അംഗീകാരമായിട്ടാണ് 2024 കേരള സംഗീത നാടക അക്കാദമിയുടെ മൃദംഗം വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത്. 12 വയസ്സ് മുതൽ പ്രൊഫഷണലായി സ്റ്റേജുകളിൽ എത്തിയ മുക്കം സലീമിന് മൃദംഗത്തിന് പുറമെ തബല, ഹാർമോണിയം എന്നീ സംഗീത ഉപകരണങ്ങളിലും കഴിവുണ്ട്. കേരള സംഗീത നാടക അക്കാദമിയുടെ 2024 ഗുരുപൂജ പുരസ്കാരം ജേതാവ് മുക്കം സലീം 40 വർഷത്തെ കലാജീവിതത്തിൽ ആയിരക്കണക്കിന് വേദികളിൽ തന്റെ മികവ് തെളിയിച്ചിട്ടുണ്ട്. കലാമണ്ഡലം ഹൈദരലി, ഹരിപ്പാട് KPN പിള്ള, കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ, സംഗീത സംവിധായകൻ ശരത് തുടങ്ങിയ പ്രമുഖരുടെ കൂടെ നിരവധി കച്ചേരികളിൽ മൃദംഗം വായിച്ചിട്ടുണ്ട്. പാറശാല രവി, ഭാസ്കരദാസ് കോഴിക്കോട് എന്നിവരാണ് പ്രധാന ഗുരുക്കൾ. പുരസ്കാരം തന്റെ ജന്മനാടായ മുക്കത്തിനും കുടുംബത്തിനും ഗുരുക്കന്മാർക്കും സമർപ്പിക്കുകയാണെന്നും സലീം പറഞ്ഞു. വളരെ സന്തോഷമുണ്ട്. കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ പുരസ്കാരം 2024 മൃദംഗത്തിന് ഇപ്രാവശ്യം ലഭിക്കുകയുണ്ടായി. എന്തുകൊണ്ടും വളരെ സന്തോഷമുണ്ട്. ഈ അവാർഡ് ഞാൻ എൻ്റെ നാടായ മുക്കത്തിനും അതുപോലെ എൻ്റെ ഫാമിലിക്കും സമർപ്പിക്കുകയാണ്. കൂടാതെ എൻ്റെ ഗുരുനാഥന്മാർക്കും എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാ കലാകാരന്മാർക്കും ഇത് ഞാൻ സമർപ്പിക്കുന്നു. പാലക്കാട് ചെമ്പൈ സ്മാരക സർക്കാർ സംഗീത കോളേജിൽ നിന്നും മൃദംഗത്തിൽ ഗാനഭൂഷണം 1ാം ക്ലാസ്സോടെ വിജയിച്ച മുക്കം സലീം ഗവൺമെന്റ് സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ നിന്നും ഗാനപ്രവീണയിലും 1ാം ക്ലാസ്സോടെയാണ് വിജയിച്ചത്. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് തബ്ലയിൽ നമസ്കരിച്ച് തുടങ്ങിയത്. എൻ്റെ ആദ്യത്തെ ഗുരുനാഥൻ എന്ന് പറഞ്ഞത് ദാമോദരനാശാനായിരുന്നു. 7ാം ക്ലാസ്സൊക്കെ എത്തിയപ്പോൾ കുറേശ്ശെ തബല വായിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ 10ാം ക്ലാസ് പാസ്സായപ്പോഴാണ് ഞാൻ പാലക്കാട് ചെമ്പയിൽ പോയിട്ട് മൃദംഗം മെയിൻ ചെയ്ത് ഗാനഭൂഷണം പഠിക്കുന്നത്. പിന്നെ ഗാനപ്രവീണ സ്വാതിരുനാഥ് സംഗീത കോളേജ് തിരുവനന്തപുരം പോയി പഠിച്ചു. അത് തുടങ്ങി നിരവധി കേരളത്തിലുള്ള വിവിധം പ്രശസ്തരായിട്ടുള്ള കലാകാരന്മാരുടെ കൂടെ കച്ചേരി ചെയ്യാൻ സാധിച്ചു. നിരവധി മലയാള ഗസൽ ആൽബങ്ങൾക്ക് സംഗീതം നൽകുകയും തബല വായിക്കുകയും ആൽബങ്ങളിൽ പാടുകയും അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് മുക്കം സലീം. കൂടാതെ മധുചന്ദ്രലേഖ, മാധവീയം എന്നീ സിനിമകളിൽ അഭിനയിച്ചിട്ടുമുണ്ട്. നിരവധി കച്ചേരികൾക്ക് വായിക്കാൻ എനിക്ക് സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇപ്പൊ ഞാൻ കുറച്ച് ഹാർമോണിയൊക്കെ വായിക്കാറുണ്ട്. പിന്നെ കുറച്ച് ഗസലുകളൊക്കെ കമ്പോസ് ചെയ്യും. കുറച്ച് ഗസല് പാടും. അങ്ങനെയൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. കുറച്ച് തബല വായിക്കും. എല്ലാ പരിപാടി ഉണ്ട്. തബല വിട്ടിട്ടൊന്നുമില്ല. മൃദംഗത്തിന്റെ കൂടെ വല്ലപ്പോഴൊക്കെ തബലയും വായിക്കും. ഇങ്ങനെയൊക്കെ ഈ കല. പിന്നെ മുക്കത്ത് നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഉണ്ട്, ലയനം സ്കൂൾ ഓഫ് ഫൈൻ ആർട്സ്. അവിടെ കുട്ടികളെ കൂടെ അവർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കും. അവരുടെ കൂടെ ഞാനും വായിക്കും കൂടെ. അതൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. കുഴപ്പമില്ല, നല്ല രീതിയിൽ മുന്നോട്ട് പോകും. മലപ്പുറം ജില്ലയിലെ ഒഴുകൂർ ക്രസന്റ് സ്കൂളിൽ നിന്നും സംഗീതാധ്യാപകനായി വിരമിച്ച മുക്കം സലീം ആകാശവാണി ഗ്രേഡഡ് ആർട്ടിസ്റ്റ് കൂടിയാണ്.
ഭാര്യയും 3 മക്കളും അടങ്ങുന്ന കുടുംബം ലേനം സ്കൂൾ ഓഫ് ഫൈൻ ആർട്സ് എന്ന സംഗീത വിദ്യാലയം നടത്തിവരുന്നു. ന്യൂസ് 18 മുക്കം. നമ്മൾ അല്പസമയം മുമ്പാണ് ഇടുക്കിയുടെ മനോഹാരിത കണ്ടത്. ആ മനോഹാരിത, പ്രകൃതി ഭംഗിയൊക്കെ നശിപ്പിക്കുന്നത് നമ്മൾ മനുഷ്യന്മാർ തന്നെയാണ്. അത്തരത്തിലൊരു റിപ്പോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇടുക്കി ബൈസൺ വാലിയിൽ ജനവാസ മേഖലയിൽ പഞ്ചായത്ത് മാലിന്യം നിക്ഷേപിക്കുന്നതായി പരാതി. മുതിരപ്പുഴയാറിന്റെ കൈവഴിയായ ഉപ്പാർ തോടിനോട് ചേർന്നുള്ള പ്രദേശത്താണ് മാലിന്യം നിക്ഷേപിക്കുന്നത്. കുടിവെള്ളത്തിൽ വരെ മാലിന്യം കലരുന്നെന്ന ആരോപണം ഉന്നയിച്ച് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണിപ്പോൾ. 150ഓളം വീടുകളും അംഗനവാടിയും സ്ഥിതി ചെയ്യുന്ന മേഖലയായ ബൈസൺ വാലി ടീ കമ്പനി മൃഗാശുപത്രി പടിയിലാണ് പഞ്ചായത്ത് മാലിന്യം നിക്ഷേപിക്കുന്നത്. മുതിരപ്പുഴയുടെ പ്രധാന കൈവഴിയായ ഉപ്പാർത്തോട് സമീപത്തു കൂടിയാണ് ഒഴുകുന്നത്. ചെറിയ മഴയിൽ പോലും മാലിന്യം ഒഴുകി പുഴയിൽ കലരുകയും സമീപത്ത് കുടിവെള്ള ആവശ്യത്തിനായി നിർമ്മിച്ചിരിക്കുന്ന ജൽജീവൻ മിഷന്റെ കുടിവെള്ള പദ്ധതിയിൽ കലരുകയും ചെയ്യും. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഭക്ഷണ അവശിഷ്ടങ്ങളും അടക്കമുള്ള മാലിന്യങ്ങളും മേഖലയിൽ കുന്നുകൂടിയ അവസ്ഥയിലാണ്. അനധികൃതമായിട്ട് ബസ് വേസ്റ്റുകൾ ഇവിടെ വലിച്ചെറിഞ്ഞ് ആളുകൾക്ക് ദൂഷ്യം ഉണ്ടാക്കുന്നു. പല വാർഡിൽ നിന്നുള്ള വേസ്റ്റുകളാണ്, 13 വാർഡിൽ നിന്നുള്ള വേസ്റ്റുകളും ഇവിടെ കൊണ്ടുവന്ന് ശേഖരിക്കുകയാണ്. ഇത് ആഴ്ചകളോളം മാസങ്ങളോളം ഇത് എടുത്തുകൊണ്ട് പോകാതെ പഞ്ചായത്ത് ഇതിനെ സംരക്ഷിച്ച് ആൾക്കാർക്ക് സംരക്ഷണം ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടിൽ വെള്ളക്ഷാമമുള്ള ഏരിയയാണ്. ഈ പ്രദേശത്ത് എട്ടൂർ, കുയിൽമല, ടീ കമ്പനി ഇങ്ങനെ 3-4 പ്രദേശത്തിലുള്ള മൊത്തം ജനങ്ങളും ആശ്രയിക്കുന്ന ഒരു തോടാണിത്. ആ തോടിനെയാണ് ഈ രീതിയിൽ മാലിന്യമുക്തമായിട്ട് ആക്കിയിട്ടേക്കുന്നത്. പ്രദേശവാസി സമീപ പ്രദേശങ്ങളിലെ റിസോർട്ടുകളിൽ നിന്നും മാലിന്യം ഇവിടെ നിക്ഷേപിക്കാറുണ്ട്. ഭക്ഷണാവശിഷ്ടങ്ങൾ കിടക്കുന്നതിനാൽ തെരുവുനായ ശല്യവും രൂക്ഷമാണ്. എല്ലാവരോടും പറഞ്ഞു, പഞ്ചായത്ത് വാർഡ് മെമ്പറോട് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടില്ല. യാതൊരു അവരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടായില്ല. പഞ്ചായത്ത് സെക്രട്ടറി എടുത്ത് പോകുമ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളടുത്ത് ദേഷ്യപ്പെടുന്ന രീതിയിലാണ് പ്രതികരിക്കുന്നത്. രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധർ മാലിന്യത്തിന് തീയിടാറുണ്ട്. പുകയും വൻ ദുർഗന്ധവും നിറഞ്ഞ പകർച്ചവ്യാധി ഭീഷണിയും ഇവിടെ പതിവാണ്. ഈ കഴിഞ്ഞ ദിവസം തന്നെ 6 ആണ്ടോ കൊണ്ടുവന്ന് തീ വെച്ചു പോയി. അത് ഞങ്ങളുടെ ആൾക്കാർ ആരുമല്ല. ആരാണ്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഗ്യാസെല്ലാം കിടക്കുന്നത് കത്തിച്ചു പോയി. പക്ഷേ ഇവിടുത്തെ ഈ പുക കാരണം കൊണ്ട് ഇവിടെ ആൾക്ക് ജീവിക്കാൻ പറ്റുകയില്ല. കുഞ്ഞു പിള്ളേരൊക്കെ താമസിക്കുന്ന സ്ഥലമല്ലേ. നിലവിൽ മാലിന്യം ശേഖരിക്കുന്നതിനായി സംസ്കരണ കേന്ദ്രവും പഞ്ചായത്ത് വിഭാവനം ചെയ്യുന്നുണ്ട്. അതിനായുള്ള പ്രവർത്തനവും ആരംഭിച്ചു. ഇനി ഒരു കാരണവശാലും ഇവിടെ മാലിന്യം നിക്ഷേപിക്കാൻ പാടില്ല. ഈ കിടക്കുന്ന മാലിന്യം 10-15 ദിവസത്തിനുള്ളിൽ പഞ്ചായത്ത് അധികാരികൾ വന്ന് ഇത് ഇവിടുന്ന് മാറ്റിത്തരണം. അങ്ങനെ മാറ്റാൻ പറ്റാത്ത സാഹചര്യം വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ പഞ്ചായത്തിലേക്ക് സമരപരിപാടികളായിട്ടും ഉപരോധമായിട്ടും ഞങ്ങൾ മുന്നോട്ട് പോകും. മാലിന്യ നിക്ഷേപവും സംസ്കരണവും ജനവാസ മേഖലയിൽ നിന്ന് മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മാലിന്യം പൂർണ്ണമായും മാറ്റിയില്ലെങ്കിൽ പഞ്ചായത്ത് ഉപരോധമടക്കമുള്ള സമരത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. ന്യൂസ് 18 ഇടുക്കി. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ കോന്നി ഇളകൊള്ളൂർ ഭാഗത്ത് അപകടങ്ങൾ തുടർക്കഥയാകുന്നു. അശാസ്ത്രീയ റോഡ് നിർമ്മാണവും റോഡിന് വീതി ഇല്ലാത്തതുമാണ് അപകടങ്ങൾക്ക് കാരണം. റോഡിനായി സർക്കാർ ഏറ്റെടുത്ത ഭൂമി ചില സ്വകാര്യ വ്യക്തികൾ വിട്ടു നൽകാത്തതാണ് റോഡ് നിർമ്മാണത്തിലെ അപാകതയ്ക്കും അപകടങ്ങൾക്കും കാരണമെന്നാണ് നാട്ടുകാരുടെ പരാതി. കോന്നി മുതൽ കുമ്പഴ വരെയുള്ള ഭാഗങ്ങളിലാണ് അപകടങ്ങൾ തുടർക്കഥയാവുന്നത്. വലിയ വളവുകളും റോഡിന് വീതിയില്ലാത്തതുമാണ് സ്ഥിരമായുള്ള അപകടങ്ങൾക്ക് കാരണം. റോഡിനായി സർക്കാർ ഏറ്റെടുത്ത ഭൂമി സ്വകാര്യ വ്യക്തികൾ വിട്ടു നൽകാത്തതിനാൽ റോഡിൻ്റെ പല ഭാഗങ്ങളും വീതി കുറഞ്ഞ സ്ഥിതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതും അപകടത്തിന് കാരണമാകുന്നു. ഇവിടുത്തെ ഈ വിഷൻ കാണത്തക്ക രീതിയിൽ, അതായത് അവിടുന്ന് വരുന്ന വാഹനങ്ങൾ കൃത്യമായിട്ട് അങ്ങ് താഴെ അറ്റത്തുനിന്ന് വരുന്ന വാഹനങ്ങളെ കാണത്തക്ക രീതിയിലൊരു ക്രമീകരണമാണ് ഈ റോഡ് ശാസ്ത്രീയമായിട്ട് കല്ലിട്ടവരുടെ മനസ്സിലുണ്ടായിരുന്നത്. അതായത് ഇവിടെ നിന്ന് നോക്കിയാൽ താഴെ നിന്ന് വരുന്ന വാഹനങ്ങൾ അവിടെ ക്രോസ് ചെയ്യാൻ സ്കൂൾ കുട്ടികൾക്ക് ക്രോസ് ചെയ്യുമ്പോഴായാലും താഴെ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണത്തക്ക രീതിയിലായിരുന്നു. ഇളകള്ളൂർ സ്കൂൾ ജംഗ്ഷൻ ഭാഗത്താണ് വാഹനങ്ങൾ സ്ഥിരമായി അപകടത്തിൽപ്പെടുന്നത്. അശാസ്ത്രീയമായ നിർമ്മാണവും വലിയ വളവുകൾ കാഴ്ചമറയ്ക്കുന്നതുമാണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ കാരണം. എല്ലാ അപകടങ്ങളും ഇവിടെ ഉണ്ടായിട്ടുമുണ്ട്. ഒരു അത്യാസന്ന നിലയിൽ കിടക്കുന്ന 2 പേരും ഉണ്ട് ഇപ്പോൾ ഇവിടെ തന്നെ. പിന്നെ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞു വന്നാലും ഈ KSTP ആണ് ഞങ്ങൾക്ക് ഇതിനെല്ലാം കൂടെ ഒരു ദോഷം ചെയ്തു വെച്ചേക്കുന്നത്. ശരിയായ സിഗ്നലുകളോ ദിശാ ബോർഡുകളോ അപകടമുണ്ടാക്കുന്ന മേഖലകളിൽ സ്ഥാപിക്കാത്തതിനാൽ സ്കൂൾ കുട്ടികളും കാൽനട യാത്രക്കാരും അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. റോഡിൻ്റെ പല സ്ഥലങ്ങളിലും നടപ്പാത പോലും ഇല്ലാത്ത അവസ്ഥയിലാണ്. നേരെ റോഡിൽ വരുന്ന ഭയങ്കര സ്പീഡിൽ വരുന്ന ഈ ഹൈവേ ആയതുകൊണ്ട് അപ്പോൾ അവരുടെ ഈ ഇങ്ങോട്ടുള്ള കാഴ്ചകൾ മറയ്ക്കപ്പെടുന്നുണ്ട്. ഈ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് 3 മീറ്ററോളം തള്ളിയാണ് ഇവിടെ നിൽക്കുന്നത്. അത് ഈ റോഡ് പണിയുടെ അശാസ്ത്രീയമായത് കാരണമോ അല്ലെങ്കിൽ
പ്രധാനമായിട്ട് അത് തന്നെയുണ്ട്. ഒരുപാട് സ്ഥലത്തും അശാസ്ത്രീയമായി തന്നെയാണ് റോഡ് ചെയ്തേക്കുന്നത്. സ്വകാര്യ വ്യക്തികൾ കൈവശം വെച്ചിരിക്കുന്ന റോഡിനായി വിട്ടു നൽകിയ ഭൂമി ഏറ്റെടുത്ത് റോഡിന്റെ അപാകതകൾ പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 പത്തനംതിട്ട. ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ അടിക്കടി എത്തുന്നതിൽ നമ്മൾ വല്ലാത്ത ആശങ്ക പ്രകടിപ്പിക്കാറുണ്ട്. അതിലൊക്കെ വലിയ ദുരിതവും നമ്മൾ അനുഭവിക്കാറുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഈ പ്രകൃതി ദുരന്തത്തിലേക്കൊക്കെ നമ്മൾ എത്തുന്നത്, ഏത് തരത്തിലാണ് നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുന്നത് എന്നതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാകുന്നതേ ഉള്ളൂ. അത്തരത്തിൽ പ്രകൃതിയെ നശിപ്പിക്കുന്നതിൻ്റെ വാർത്തകൾ ഓരോ ദിവസവും ഇത്തരത്തിൽ സംസ്ഥാനത്തിൻ്റെ പല മേഖലയിൽ നിന്നും കൂടിക്കൂടി വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പാലക്കാട് തൃത്താലയിലേക്ക് പോയാൽ അവിടെ കുന്നുകൾ ഓരോന്നായി ഇല്ലാതാകുന്നതിൽ ആശങ്ക പ്രകടിപ്പിക്കുകയാണ് അവിടുത്തെ നാട്ടുകാർ. വികസനത്തിന്റെ പേരിൽ അനുമതിയുടെ മറവിൽ കുന്നുകൾ വ്യാപകമായി ഇടിച്ചു നിരത്തുകയാണെന്നാണ് പരാതി. കപ്പൂർ പഞ്ചായത്തിലെ കൊഴിക്കര മൈലാടിക്കുന്ന് പ്രദേശത്തെ കുന്നിടിക്കലിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള വലിയവർ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഹൈവേ നിർമ്മാണത്തിനും മറ്റുള്ള വികസനത്തിനുമായി പാലക്കാട് തൃത്താലയിൽ ഒരു നാട് തന്നെ ഇല്ലാതാവുകയാണെന്നാണ് ആരോപണം. മണ്ഡലത്തിലെ കപ്പൂർ പഞ്ചായത്തിൽ ഏക്കർ കണക്കിന് വ്യാപിച്ചു കിടന്നിരുന്ന മൈലാടിക്കുന്നിന്റെ പകുതിയിലേറെ ഭാഗവും ഇടിച്ചു നിരത്തി. പ്രദേശവാസിയായ പാലപ്പുറത്ത് ശാരദയുടെ വീടിനോട് ചേർന്ന് വെറും 5 മീറ്റർ ദൂരത്തിൽ നിന്നാണ് മണ്ണെടുത്തിരിക്കുന്നത്. ഇതോടെ കുടുംബം വലിയ ഭീതിയിലാണ്. ഞങ്ങൾക്ക് ദുരിതം തന്നെ. മണ്ണെടുത്ത് പോയപ്പോൾ ഞങ്ങളുടെ മക്കളൊക്കെ ജീവിക്കണില്ലേ, ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ? അതന്നെ ഞങ്ങൾ പറയുള്ളൂ. ഞങ്ങളോട് മുണ്ടാണ്ടൊക്കെ ആയി ആൾക്കാർ ഞങ്ങൾ മുടക്കിയിട്ടാന്നൊക്കെ പറഞ്ഞിട്ട് പരാതിയൊക്കെ ഉണ്ടായിരുന്നു. ദേശീയപാത നിർമ്മാണത്തിന്റെ ആവശ്യത്തിനാണെന്ന് പറഞ്ഞ് 2022 മുതലാണ് മൈലാടിക്കുന്ന് ഇടിച്ചു നിരത്താൻ തുടങ്ങിയത്. അശാസ്ത്രീയവും അപകടകരവുമായ രീതിയിലാണ് മണ്ണെടുപ്പ് നടത്തിയിരിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി നിരവധി പരാതികൾ നൽകിയിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും കാര്യമായ ഇടപെടൽ ഉണ്ടായില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇതിവിടെ മണ്ണെടുക്കുന്നത് ആരും തടസ്സമല്ല, മണ്ണ് അവരെടുത്തോട്ടെ. പക്ഷെ അതിനൊരു നിയമമൊക്കെ ഉണ്ട്. ജിയോളജി വകുപ്പ് വന്നിട്ട് അത് പരിശോധിക്കണം. അത് ഈ ബെഞ്ച് കട്ടിങ് എല്ലായിടത്തും ഇട്ടില്ല. ഈ ബെഞ്ച് കട്ടിങ് ഉണ്ടെങ്കിൽ തന്നെ അത് ഇടിഞ്ഞു പോകണതാണ്. പക്ഷേ എന്നാലും ആ നിയമം അവർ നോക്കണ്ടേ? അത് ജിയോളജി വകുപ്പ് വന്ന് നോക്കുന്നില്ല. പിന്നെ പാസ്സില്ലാതെയാണ് ഈ മണ്ണ് അടിക്കുന്നത്. മണ്ണ് ഇവിടുന്ന് മാന്തി കൊണ്ടുപോകണം. പാസ്സില്ലാതെ നിങ്ങൾ എത്ര അടിച്ചിട്ടുണ്ടെന്ന് അറിയാം. പാസ്സില്ലാതെയാണ് മിക്കവാറും അടിച്ചു പോണത്. കഴിഞ്ഞ മഴയിൽ മണ്ണ് മാന്തിയ ഭാഗം ഇടിഞ്ഞു വീണിരുന്നു. ശക്തമായൊരു മഴ പെയ്താൽ വലിയ അപകടങ്ങൾക്ക് കാരണമാകുമെന്ന ഭീതിയും നാട്ടുകാർക്കുണ്ട്. പാസില്ലാതെ മണ്ണ് കടത്തുന്നുണ്ടെന്നും പ്രദേശത്തെ റോഡുകൾ തകർന്ന് തരിപ്പണമായെന്നും പരാതിയിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം നാട്ടുകാരുടെ നേതൃത്വത്തിൽ മണ്ണ് കയറ്റിക്കൊണ്ടുപോകാൻ ശ്രമിച്ച ലോറി തടഞ്ഞ പ്രതിഷേധക്കാർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. 30ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന മൈലാടിക്കുന്ന് പ്രദേശം ഉൾപ്പെടെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ടെന്നും വിഷയത്തിൽ അനുകൂലമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികൾ സംഘടിപ്പിക്കാനാണ് തീരുമാനമെന്നും നാട്ടുകാർ പറഞ്ഞു. എന്നാൽ എല്ലാവിധ അനുമതിയോടും കൂടിയാണ് മണ്ണെടുപ്പ് തുടരുന്നതെന്നാണ് കമ്പനി അധികൃതരുടെ വിശദീകരണം. ന്യൂസ് 18 പാലക്കാട്. ഇനി വ്യത്യസ്തമായ ഒരു പ്രതിഷേധം കാണാം. തുടർച്ചയായുള്ള വൈദ്യുതി മുടക്കത്തിനെതിരെ ഗ്രാമവാസികളുടെ വേറിട്ട പ്രതിഷേധം. അടിമാലി പഞ്ചായത്തിലെ കുരങ്ങാട്ടിയിലാണ് യുവാക്കളുടെ നേതൃത്വത്തിൽ സൗജന്യമായി മെഴുകുതിരി പാക്കറ്റുകൾ വീടുകളിൽ വിതരണം ചെയ്തും റോഡ് വക്കിൽ മെഴുകുതിരി കത്തിച്ചും വ്യത്യസ്ത പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ കുരങ്ങാട്ടി ഗ്രാമത്തിൽ വൈദ്യുതി മുടക്കം പതിവാണ്. നാട്ടുകാരും പൊതുപ്രവർത്തകരും വൈദ്യുതി ബോർഡുമായി ഇക്കാര്യങ്ങൾ പലതവണ സംസാരിച്ചെങ്കിലും വൈദ്യുതി മുടക്കത്തിന് പരിഹാരമുണ്ടായില്ല. സ്കൂൾ വർഷം അവസാനിക്കാനിരിക്കെ പരീക്ഷകൾ തുടരുന്ന സമയമായിട്ടും വൈദ്യുതി വകുപ്പ് പരിഹാരം കാണാത്തതിനെ തുടർന്ന് പ്രദേശത്തെ യുവാക്കളുടെ നേതൃത്വത്തിലാണ് വ്യത്യസ്തമായ പ്രതിഷേധം നടന്നത്. ഏകദേശം 1.5 വർഷമായിട്ട് കുരങ്ങാട്ടിലെ ജനങ്ങൾ കറണ്ട് ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെ അനുഭവിച്ചിരിക്കുക. അതിന് അടിമാലി ഫീഡറിൽ ടൗൺ ഫീഡറിൽ നിന്നായിരുന്നു കുരങ്ങാട്ടിക്ക് കറണ്ട് വന്നുകൊണ്ടിരുന്നത്. അത് മാങ്കുളം ലൈനുമായിട്ട് ബന്ധിപ്പിച്ച് അന്ന് മുതൽ 10 മിനിറ്റ് 15 മിനിറ്റൊക്കെ ഇവിടെ വൈദ്യുതി മുടങ്ങാതെ കിട്ടും. 15 മിനിറ്റ് കഴിഞ്ഞ് വൈദ്യുതി പോയി കഴിഞ്ഞാൽ 6-7 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും വരും, പിന്നെ പോകും, പിന്നെയും വരും. അങ്ങനെ ഒരു ദിവസം 40-50 തവണയൊക്കെ വൈദ്യുതി മുടങ്ങുന്ന ഒരു സാഹചര്യം കുരങ്ങാട്ടിലുണ്ട്. അപ്പോൾ ഇതിൽ മടുത്ത് സഹി കേട്ടിട്ടാണ് ഞങ്ങൾ ഈ സമരമായിട്ട് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ഒരു 1.5 വർഷം മുമ്പ് ഒരു പരാതി കൊടുത്താൽ ഞങ്ങളെ കൂട്ട നാട്ടുകാരെ മുഴുവൻ പൊട്ടന്മാരാക്കിക്കൊണ്ട് അവർ ഈ നയം തന്നെ സ്വീകരിച്ചു വരിക. കുരങ്ങാട്ടിയിലെ വീടുകളിൽ സൗജന്യമായി മെഴുകുതിരി പാക്കറ്റുകൾ വിതരണം ചെയ്തും
റോഡ് വക്കിൽ നൂറുകണക്കിന് മെഴുകുതിരികൾ കത്തിച്ചുമാണ് ഇവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. രാപ്പകൽ വ്യത്യാസമില്ലാതെ അടിക്കടിയുള്ള വൈദ്യുതി മുടക്കം, റേഷൻ കടയുടെ പ്രവർത്തനം ഉൾപ്പെടെ ജനജീവിതം ദുരിതപൂർണമാക്കുകയാണെന്നും വൈദ്യുതി വകുപ്പ് അടിയന്തരമായി പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ തുടർ സമരങ്ങൾക്കൊപ്പം നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്നും സമരക്കാർ വ്യക്തമാക്കി. ന്യൂസ് 18 ഇടുക്കി. ലഹരി വിൽപ്പനയെക്കുറിച്ച് വിവരം നൽകിയ +1 വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. കൊല്ലം കൊട്ടാരക്കരയിലാണ് സംഭവം. വിദ്യാർത്ഥിയെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി തലയടിച്ചു പൊട്ടിച്ചു. ബുധനാഴ്ച സന്ധ്യയോടെ കൊട്ടാരക്കര പുത്തൂർ റോഡിൽ മുസ്ലിം സ്ട്രീറ്റിൽ വെച്ചായിരുന്നു സംഭവം. നിസ്കാരം കഴിഞ്ഞ് റോഡിലേക്കിറങ്ങിയ 4 കുട്ടികളടങ്ങുന്ന സംഘത്തിന് നേരെ പെട്ടെന്ന് ഒരു ബൈക്ക് വന്നു നിന്നു. ബൈക്കിലിരുന്ന ആൾ ഒരു പഫ് എടുക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ തന്നെ പോലീസിനെ അറിയിക്കാൻ ഫോണെടുത്തയുടൻ കത്തിയുമായി ഇറങ്ങി ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുകയുമായിരുന്നു. ഞങ്ങൾ നിസ്കരിച്ചിട്ട് ഇങ്ങനെ കോപ്പി എടുക്കാൻ പോയിരുന്നു സ്കൂളിലത്തെ ആവശ്യത്തിന് വേണ്ടി. അങ്ങനെ കോപ്പി എടുത്ത് തിരിച്ചു വരുമ്പോഴായിരുന്നു ഇയാളിങ്ങനെ ബൈക്കിങ്ങനെ പോകുന്നത്. ആദ്യം ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾ മൈൻഡും ചെയ്തില്ല. ബൈക്കിന് വേണ്ട സ്പീഡിൽ പോയിട്ട് ബൈക്കിന് വേണ്ടലൊക്കെ കയറി നിന്ന് അഭ്യാസമൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു പോയത്. ഇനി വീണ്ടും തിരിച്ചു വന്ന് റൗണ്ട് അടിക്കായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. തിരിച്ചു തന്നെ ഞങ്ങളുടെ മുമ്പിൽ വന്ന് എന്തുവാ ബൈക്ക് ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് ചോദിക്കുക ഇങ്ങനെ ജോയിൻ്റ് അടിക്കുന്നോ പഫ് അടിക്കുന്നോ എന്നൊക്കെ ചോദിച്ച് ഞങ്ങളുടെ അടുത്ത് കുറേ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് പോലീസിനെ വിളിക്കണോ, പോലീസിനെ വിളിക്കുന്നു. അപ്പോൾ സ്റ്റാൻഡിട്ടിട്ട് ഇറങ്ങി നിന്നിട്ട് ഞങ്ങളുടെ അടുത്ത് ചോദിച്ച് എന്നാൽ നീ അത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് പോലീസിനെ പോലീസ് വിളിക്കുന്നൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ എന്തുവാ പോക്കറ്റ് പിച്ചാത്തി ഇളപ്പുണ്ടായിരുന്നു. അങ്ങനെ പിച്ചാത്തി എടുത്തുകൊണ്ട് അടുത്തോട്ട് വന്ന് അങ്ങനെ ഞാൻ അടുത്തടുത്തോട്ട് വന്നപ്പോൾ ഇങ്ങനെ പിടിച്ച് തള്ളി. അപ്പോൾ ഇങ്ങനെ തന്നെ കോൾഡർ കയറി പിടിച്ച് ഇങ്ങനെ തറയിട്ട് ഇയാൾ എൻ്റെ മണ്ട കയറിക്കരുന്നു. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. സൈഡിൽ കല്ല് ഇളപ്പുണ്ടായിരുന്നു, അതെടുത്ത് തലയ്ക്കൂടെ അടിച്ച്. മർദ്ദിച്ച് വീഴ്ത്തിയ ശേഷം മുകളിൽ കയറിയിരുന്ന് കല്ലെടുത്ത് തലയ്ക്കടിച്ചു. മറ്റു കുട്ടികൾ ഉച്ചത്തിൽ നിലവിളിച്ചെങ്കിലും കണ്ടുനിന്നവർ ആരും രക്ഷിക്കാൻ ചെന്നില്ലെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. തമിഴ്നാട് രജിസ്ട്രേഷൻ ബൈക്കിലാണ് ലഹരി വേണോ എന്ന് ചോദിച്ചയാൾ എത്തിയതെന്ന് കുട്ടികൾ പറയുന്നു. തലക്കേറ്റ മുറിവിന് 3 തുന്നൽ വേണ്ടി വന്നു. ഭയാനകമായ സാഹചര്യത്തിൽ നിന്നും തലനാരിഴയ്ക്കാണ് കുട്ടികൾ രക്ഷപ്പെട്ടതെന്ന് നാട്ടുകാരും പറയുന്നു. അമ്മമാരുടെ ഉദ്ദേശം ഇത് തന്നെ. ഈ പ്രായത്തിലുള്ള +1 +2 പഠിക്കുന്ന പിള്ളേരെ സമീപിച്ച് ഈ MDMA മയക്കുമരുന്നും ഈ കഞ്ചാവും പോലുള്ള സാധനങ്ങൾ കൊടുക്കുക, ഉപയോഗിച്ച് നോക്കി പിന്നെ അവന്മാരെ കോണ്ടാക്ട് ചെയ്ത് ഈ സാധനങ്ങൾ വിൽക്കുക എന്നുള്ളതാണ്. എനിക്ക് തോന്നി അവന്മാരുടെ ഒരു രീതി ഇത് തന്നെ ആയിരിക്കുമല്ലോ. കുട്ടികളെ സമീപിക്കുക, പിന്നെ 2 പഫ് എടുത്ത് നോക്കുന്നതൊന്നും ഇങ്ങനെ ചോദിക്കുക. അപ്പം ഈ ഇൻ കേസ് ഏതെങ്കിലും കുട്ടികൾ അത് ചിലപ്പോൾ ഒരു കൗതുകം കൊണ്ട് മേടിച്ച് വലിച്ചു നോക്കുന്നവരൊക്കെ കാണുമായിരിക്കും. അപ്പോൾ അതായിരിക്കും അവരുടെ ഉദ്ദേശം. പക്ഷേ ഇവരെ അത് കൃത്യമായിട്ട് എതിർത്ത് നിന്നു. അപ്പോൾ അവന്മാർക്കത് സംശയം തോന്നിയതിൻ്റെ ഇതിൽ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞ് ഫോൺ എടുത്തു. പോലീസിനെ വിളിക്കും എന്നുള്ള ഒരു ഉറപ്പുള്ളത് കൊണ്ടായിരിക്കണം അവ ഇറങ്ങി പിന്നെ അവരെ ആക്രമിക്കാൻ മുതിർന്നത്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകി. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് കൊട്ടാരക്കര പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 കൊട്ടാരക്കര. ഈ ലഹരി വ്യാപനത്തിനെതിരെ കൂട്ടായ പ്രവർത്തനം വേണമെന്ന് നമ്മൾ എപ്പോഴും പറയുമ്പോഴും സാധാരണക്കാരായ ജനങ്ങൾ ഇത്തരത്തിൽ ലഹരി വിൽപ്പനക്കാരെ കുറിച്ച് വാർത്ത നൽകുമ്പോൾ അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള വിവരം പോലീസിന് കൈമാറുമ്പോഴും ഒക്കെ സമാനമായ രീതിയിൽ അവർക്ക് പലതരത്തിലുള്ള ദുരനുഭവം നേരിടേണ്ടി വരുന്ന സാഹചര്യം. നമ്മൾ കാസർഗോഡ് ഇത്തരത്തിൽ ലഹരിയെക്കുറിച്ചുള്ള വിവരം നൽകിയ കുടുംബത്തെ വീട് കയറി ആക്രമിച്ച വാർത്ത നമ്മൾ കണ്ടു. സമാനമായ വാർത്തകൾ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന സാഹചര്യം. ഇതൊരു +1 വിദ്യാർത്ഥിക്കാണ് ഇത്തരത്തിൽ ലഹരി വേണമോ എന്ന് ചോദിച്ച് ഒരു കൂട്ടം സമീപിക്കുന്നു. അത് പോലീസിനെ അറിയിക്കുമെന്ന് പറയുമ്പോൾ ക്രൂരമായി മർദ്ദിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ലഹരിയെക്കുറിച്ച് പ്രതികരിക്കുന്ന ആളുകൾക്ക് കൂടി സംരക്ഷണം ഒരുക്കേണ്ട ഒരു ബാധ്യത കൂടി നമ്മളുടെ അധികാരികൾക്കൊക്കെ വന്നെത്തിയിരിക്കുന്ന ഒരു സാഹചര്യം. അത്തരത്തിൽ അക്രമം പെരുകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ചുറ്റും ഉള്ളത് എന്നതാണ് നമ്മളെയൊക്കെ ഏറെ ആശങ്കപ്പെടുത്തുന്നത്.